നമസ്കാരം, ശംഖുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. സാധാരണ നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് പക്ഷേ വന്നിരിക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനാണ്. നമുക്കറിയാം, നമ്മുടെ നാട് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലെ വലിയ ദുരന്തത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ ദുരിതം അനുഭവിക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇത്തരം ഒരു ദുരന്തത്തിന് നമ്മുടെ നാട് ഇടയാകരുതേ എന്ന് ചോറ്റാനിക്കര ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാം. ഈ ഒരു വിഷമത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഒരു മനസ്സൊന്ന് തണുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ആദ്യം കാണാം, എന്നിട്ട് വീഡിയോ കാണാം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 9 ഇല്ലം നിറ നടക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഇല്ലം നിറയ്ക്ക് വേണ്ടുന്ന നെല്ല് ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ എന്ന സ്ഥലത്തിനടുത്തുള്ള പഴുന്നാന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ ചോറ്റാനിക്കരയിലേക്കും കേരളത്തിലെ പ്രമുഖ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഈ സ്ഥലത്തു നിന്നാണ് ഇല്ലം നിറയ്ക്ക് ആവശ്യമായ നെൽക്കറ്റകൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 74 വർഷത്തിലധികമായി കേരളത്തിലെ വലുതും ചെറുതുമായ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇല്ലം നിറയ്ക്കാനായി കതിർക്കറ്റുകൾ എത്തിക്കുന്നത് പഴുന്നാന ആലാട്ട് കുടുംബത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്നുമാണ്. ആലാട്ട് വേലപ്പൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇല്ലം നിറ സ്പെഷ്യൽ കൃഷി ഇപ്പോൾ സഹോദരപുത്രനായ കൃഷ്ണൻകുട്ടിയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടാം. ഇല്ലം നിറയ്ക്കുള്ള കതിരുകൾ പഴുന്നാനാണ് ഒരുവിധം മിക്ക എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത്. പാപ്പനായിട്ടാണ് ഇത് ആദ്യം ചെറുതായിട്ടിങ്ങനെ ഒരു 50 വർഷമായിട്ട് പാപ്പനാണിത് ഇല്ലം നിറ എല്ലാ അമ്പലത്തിലേക്കും ഒരുവിധമൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ പാപ്പൻ ആൾ മരിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ അടുത്തതായിട്ട് നമ്മളാണ് ആലാട്ട് കൃഷ്ണൻകുട്ടി ഞാനാണിപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും പണിയണത്. പണിതെല്ലാം താമസത്തേക്കും കൊടുക്കുന്നുണ്ട്. അനിയന്മാരുണ്ട്. പിന്നെ കേരളം ഒരുവിധം കോഴിക്കോട് തളി ക്ഷേത്രം, വളയനാട്ട് ക്ഷേത്രം, ചോറ്റാനിക്കര, പിന്നെ തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, ശബരിമല, അങ്ങനെ പ്രധാന ഒരുവിധം എല്ലാ ക്ഷേത്രത്തിലേക്കും പഴുന്നാനാണ് കതിര് കൊണ്ടുപോകുന്നത്. കൊടുക്കാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടി മാത്രമുള്ള നെല്ലായതിനാൽ ആചാരാനുഷ്ഠാനങ്ങളും ശുദ്ധിയും ഉറപ്പാക്കി മാത്രമാണ് കൃഷി. കുളിച്ചതിന് ശേഷം മാത്രം വയലിൽ പ്രവേശിക്കുക, മത്സ്യ മാംസാഹാരങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക തുടങ്ങിയ ചിട്ടകൾ പാലിച്ചാണ് തൊഴിലാളികളും കതിർക്കറ്റ് കൊയ്യുവാൻ എത്തുന്നത്. വിഷുവിനാണിത് പാടത്ത് വിത്തിടുക. 90 ദിവസത്തെ മൂപ്പാണ്. കനക എന്ന വിത്താണ് പണിയണത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ കതിരായ നോലമ്പ് എടുത്തതിൻ്റെ ശേഷമാണ് എല്ലാ അമ്പലത്തിലേക്കും ഇത് കൊടുക്കണത്. പിന്നെ 2 മാസം വരെ നോലമ്പ് തന്നെയാണ്. ഇറച്ചി മീനും അതൊന്നും മേടിക്കാറും കഴിക്കാറൊന്നും ഇല്ല. ശുദ്ധിയോട് കൂടിയിട്ടാണ് പാടത്ത് എല്ലാവരും വന്ന് കൊയ്യുക, അമ്പലങ്ങളിലേക്ക് കൊടുക്കുക. എല്ലാ കൊല്ലം ഇനിയിപ്പോൾ എങ്ങനെ വെള്ളം വന്നാലും ഈ കാര്യങ്ങൾക്ക് മുട്ട് വരാതെ എത്തിച്ച് കൊടുക്കാൻ ഭഗവാൻ സാധിച്ച് തരുന്നുണ്ട്. 60 കെട്ട് ചോറ്റാനിക്ക് 60 കെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വർഷവും ഇവിടുന്ന് തന്നെയാണ് കൊണ്ടുപോകാറ്. ചോറ്റാനിക്ക് 60. പാപ്പൻ്റെ കയറോപ്പിൽ തന്നെയാണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് കൊണ്ടുകൊടുക്കാൻ പാപ്പൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പരിചയമായതും അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാനും. പാപ്പൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പണിയിലേക്ക് ആവില്ല. പാപ്പൻ പണിയാൻ പറഞ്ഞിട്ടാണ് ഞാൻ പണിത് തുടങ്ങിയത്. പിന്നെ പണിതിട്ട് എല്ലാ അമ്പലത്തിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ ചിലവായി കേരളത്തിൽ ഒരുവിധം എല്ലാ അമ്പലത്തിലും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാലും ഒരു 100-400 അമ്പലത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. നെൽക്കതിരുകളാണിത്. കൊയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇങ്ങനെ പാടത്തുനിന്ന് കൊയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഇവിടെ നിന്ന് കറ്റകളിങ്ങനെ കെട്ടി ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീടാണ്. അപ്പോൾ ഈ നെല്ല് കൊയ്യുന്നതും ഈ പാടവും അങ്ങനെ പറഞ്ഞൊരു എന്താ പറയുക, ഒരു മലയാള തനിമ കൂടി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ ഇത്, ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ വന്നപ്പം കാണാൻ പറ്റിയ കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് തന്നെയാണ് നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കും കൊണ്ടുവരുന്നത്.
ഇത് കൊയ്ത് വെച്ചിറക്കുന്ന ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കുള്ള കറ്റകളാണ്. ഇനി കുറച്ചും കൂടിയും കൊയ്യാണ്ട് 60 ചുരുട്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ഈ കറ്റയാണ് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം പുല്ലും തൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചോറ്റാനിക്കരത്തേക്ക് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതാണ്. ഇനി വണ്ടി വന്നാൽ കയറ്റിയിട്ട് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. മനോഹരമായ ആ നെൽപ്പാടം കണ്ടല്ലോ. എത്ര വെള്ളം കയറി നശിച്ചാലും എത്ര പെരുമഴയെത്തും ക്ഷേത്രങ്ങളിലേക്കുള്ള നെൽക്കറ്റകൾ ഇവിടെ തന്നെയുണ്ട്. അവയ്ക്കൊന്നും ഒരു കേടുപാട് സംഭവിക്കില്ല. ആ ഇല്ലം നിറയുടെ സമയത്ത് കൃത്യമായി ആ നെൽക്കറ്റകൾ ക്ഷേത്രങ്ങളിലേക്ക് എത്താറുമുണ്ട് എന്നാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞത്. ശംഖുലിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.